ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അൽഹംദുലില്ലാഹ് സുഖമാണ് കേട്ടോ. അപ്പോൾ എന്താണ് പെരുന്നാളൊക്കെ ആയിട്ട് അതിൻ്റെ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയ നമ്മളിതേ ഇവിടെ പൂരാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അവലോസ് പൊടിയിൽ അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ അരി 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരി കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ വെച്ചു. പിന്നെ വൈകിട്ട് 3:30 ടൈമിൽ 3 മണിയൊക്കെ ടൈമിൽ എടുത്തിട്ട് മിക്സി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വെള്ളം വാർത്തിയിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതറിയാത്തവരായിട്ടൊന്നും ആരും ഉണ്ടാവില്ല അല്ലേ. പിന്നെ 1 കിലോ അരിക്ക് 2 തേങ്ങ എന്നുള്ളൊരു കണക്കിലൊക്കെ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഒരു 10-15 ചെറിയുള്ളിയാണ് കേട്ടോ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയുള്ളി ഒന്ന് ചെറുതായി അരിയാണ് ഏറ്റവും നല്ലതാണ്. ഞാൻ അരിഞ്ഞ് കുറച്ച് വലുതായി പോയിട്ടുണ്ട് കേട്ടോ. കൈ വെച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞാരണം തോന്നുന്നു. അങ്ങനെ ഇതേ അരിയൊക്കെ ഇങ്ങനെ നല്ല പോലെ വെള്ളം വാർന്നു വന്നിട്ടുണ്ട്. അതിങ്ങനെ ഓരോ തവണ ആയിട്ട് കുറച്ച് അരച്ചിടുന്നുണ്ട് കേട്ടോ. അരച്ചെടുത്തതിൽ കുറച്ച് കട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങനെ ആക്കി കൊടുക്കുകയാണ്. കട്ടൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുകയാണേ. ഇനി ഈ പൊടിയിലേക്ക് തേങ്ങ ചിരകിയതും പിന്നെ ഉള്ളി അരിഞ്ഞതും കൂടെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നല്ല പോലെ മിക്സ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് കരിഞ്ജീരകമാണ് ഞാൻ ചേർക്കുന്നത്. ചിലർ എള്ള് ചേർക്കുമെന്ന് കേട്ടിട്ടുണ്ട്. എള്ളും ചേർക്കും, കരിഞ്ജീരകം രണ്ടും ഒപ്പം ചേർക്കണവരുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കരിഞ്ജീരകമാണ് കേട്ടോ. കരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം കരിഞ്ജീരകം, അതുപോലെ തന്നെ കുറച്ച് നല്ല ജീരകം, ചെറിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് കൂടേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചൊരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്യണതിൻ്റെ ഇടയിൽ തന്നെയാണ് കുട്ടികൾ പുറത്താണ് കളി. അപ്പോൾ മണ്ണും ചെടിയായിട്ട് കയറണ്ടാവും വിചാരിച്ചിട്ട് പാതുട്ടീനെ ഞാൻ പുറത്താക്കി വാലടച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് ബെല്ലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫൈ ഇവിടെ ഇല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 1/2-3 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്ത് അവിടെ ഇരുന്നോട്ടെ. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഉരുളി ഇല്ല കേട്ടോ. ഉരുളിക്ക് പകരം ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇത്. അടി അത്യാവശ്യം കട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഇന്ന് ചെയ്ത വലിയൊരു അബദ്ധമാണ് ഈ കാണുന്നത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. എൻ്റെ ഷാൾ ഇങ്ങനെ തീയിലിങ്ങനെ പാറി നടക്കണ്ടായിരുന്നു. അപ്പോൾ തീയാണെങ്കിൽ നല്ല പോലെ പാളി കത്തണുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കുറച്ച് പേപ്പറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു തീ ഒന്ന് കത്തി പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷാളിങ്ങനെ പറന്നുകൊണ്ട് നിൽക്കിയിരുന്നു. വലിയൊരു ആപത്തിൽ നിന്ന് അത് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നല്ല ശ്രദ്ധ വേണം. ഞാൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. ഷാള് ശ്രദ്ധിക്കാതെ അങ്ങോട്ട് ഇട്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടായത്. ഇങ്ങോട്ട് പോകണ ചകിരി നേരല്ല മിലുസിനെ ആര് തന്ന്? ആര് മേടിച്ചെന്ന്? മില ദേ പോണ് അതിൻ്റെ അതിൽ വെച്ച പണിയാ ചിരിക്കണ്. അതതിൻ്റെ വയറ്റിക്ക് എത്തില്ല കേട്ടോ. ശരിയാ, അത് ഗ്ലാസ്സിലിട്ടിട്ട് അലിച്ചു കൊടുത്താൽ മതിയായിരുന്നു. എടുത്തോ. ഇഷ്ടായ ചീച്ചി ഇനി മേടിക്കാൻ പറയരുതിട്ടാ. പൊട്ടയാണ് കേട്ടാ, ചീച്ചിയാണ് കേട്ടാ. ചിരിക്കണം. കുടിച്ചോ. പിന്നെ ഈ വക പണികളൊന്നും പെട്ടെന്ന് അങ്ങോട്ട് ആക്കിയെടുക്കാൻ പറ്റണ കാര്യങ്ങളല്ല അല്ലേ. കുറേശ്ശായിട്ട് തീയൊന്നും പാളി കത്താതെ കുറേശ്ശായിട്ട് ആയി വരേണ്ടതാണ് കേട്ടോ.
അതേ ഇങ്ങനെ മുരിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോഴും ആയിട്ടില്ല, കുറച്ചും കൂടെ ഉണ്ട് ഇട്ടാവാൻ. അപ്പോൾ പിന്നെ അടുപ്പിൽ നോക്കുമ്പോൾ നല്ല പോലെ ചുവന്ന കളർ പോലെ തോന്നും, പക്ഷെ പുറത്തേക്ക് എടുക്കുമ്പോൾ വല്ലാണ്ട് ആയിട്ടുണ്ടാവില്ല. ഏകദേശം ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീ ഇങ്ങനെ നമ്മൾ തീ നിറക്കാൻ പോവുകയാണ്. പിന്നെ ഇരുന്നൊരാവലുണ്ടല്ലോ, കുറച്ച് കട്ട കിട്ടിയ പോലൊക്കെ ഉണ്ട് അല്ലേ. അങ്ങനത്തെ പൂരത്തിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചൂടാറിക്കഴിഞ്ഞാൽ ഒരു ഡപ്പയിലാക്കി വെക്കുക, അത്ര തന്നെ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ ചോദിക്കുമ്പോഴും നമുക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ കഴിക്കട്ടോ. പിന്നെ ഇപ്പോൾ പണ്ടത്തെ കാലങ്ങളിൽ കുഴിയപ്പം അല്ലെങ്കിൽ ഈ ഉലുസുപൊടി, അച്ചപ്പം, നെയ്യപ്പം ഇതൊക്കെ തന്നെയായിരുന്നു പെരുന്നാളിൻ്റെ പലഹാരം. ഇന്ന് പിന്നെ വെറൈറ്റി സാധനങ്ങളൊക്കെ വന്ന കാരണം അതൊക്കെയാണ് മാത്രം. പണ്ടത്തെ കാലങ്ങളിൽ ഇതൊക്കെ തന്നെയായിരുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ ബൈ.